നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. പൂനെയിൽ പാലം തകർന്ന അപകടം, 6 മരണമെന്ന് റിപ്പോർട്ട്. തകർന്നത് ഇന്ദ്രാണിപ്പുഴയ്ക്ക് കുറുകെയുള്ള ഇരുമ്പ് പാലം. നിരവധി പേരെ പുഴയിൽ വീണ് കാണാതായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ, 4 മരണം, പലയിടത്തും മരങ്ങൾ കടപുഴുകി. മണ്ണിടിച്ചിലിൽ കനത്ത നാശനഷ്ടം, അപ്പർ കുട്ടനാട്ടിൽ വെള്ളം കയറി. തീരപ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം. ശബരിമല സന്നിധാനത്തും പമ്പയിലും കനത്ത മഴ, പമ്പയിൽ ഇറങ്ങുന്നതിന് താൽക്കാലിക നിയന്ത്രണം. കാസർഗോഡ്, തൃശൂർ, വയനാട് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി നിലപാട് വ്യക്തമാക്കണമെന്ന് ആവർത്തിച്ച് CPM. മുഖ്യമന്ത്രിയാണ് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയെ സ്വാഗതം ചെയ്തതെന്ന് UDF. ചരിത്രം വഞ്ചനയ്ക്കും വഞ്ചകർക്കും മാപ്പ് കൊടുക്കില്ല എന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസ് റീൽ പാർട്ടിയെന്ന് BJP. പ്രചാരണത്തിൽ പങ്കെടുത്ത് പ്രിയങ്ക ഗാന്ധിയും യൂസഫ് പठाനും. ഉത്തരാഖണ്ഡിലെ ഗൗരികുണ്ടിൽ ഹെലികോപ്റ്റർ തകർന്ന് ഒരു കുഞ്ഞുൾപ്പെടെ 7 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ചാർധാം തീർത്ഥാടകരുമായി പോയ സ്വകാര്യ ഹെലികോപ്റ്റർ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച 32 പേരെ തിരിച്ചറിഞ്ഞു. 12 മൃതദേഹങ്ങൾ കൈമാറി. ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ബ്രിട്ടീഷ് യുദ്ധവിമാനം. ഇറാൻ-ഇസ്രയേൽ ഏറ്റുമുട്ടൽ രൂക്ഷം. ഇറാനിലെ ഗ്യാസ് ഫീൽഡും എണ്ണപ്പാടവും പ്രതിരോധ മന്ത്രാലയം ആക്രമിച്ചെന്ന് ഇസ്രയേൽ. തിരിച്ചടിച്ച് ഇറാൻ. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ പിൻവാങ്ങാമെന്ന് ഇറാൻ. അമേരിക്കയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ ഇതുവരെ കാണാത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന് ട്രംപിന്റെ മുന്നറിയിപ്പ്. പൂനെയിൽ ഇരുമ്പ് പാലം തകർന്ന അപകടം, 6 പേർ മരിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഒട്ടേറെ പേർ ഒഴുക്കിൽപ്പെട്ടു. ഇന്ദ്രാണി നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നത്. 8 പേരെ രക്ഷപ്പെടുത്തി. പൂനെയ്ക്കടുത്തുള്ള കുന്തുമാല വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് അപകടം. തകരുന്ന സമയത്ത് പാലത്തിൽ 20ഓളം വിനോദസഞ്ചാരികളുണ്ടായിരുന്നു. ഉച്ചകഴിഞ്ഞ് 3:30ഓടെയാണ് അപകടം നടന്നത്. വാരാന്ത്യ അവധിയായതിനാൽ ധാരാളം സന്ദർശകരുമുണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾ പഴയ പാലത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പാലമിളകി നദിയിലേക്ക് വീഴുകയായിരുന്നു. ഇവിടെ ശക്തമായ ഒഴുക്കുമുണ്ട്. പാലത്തിന് 30 വർഷത്തെ പഴക്കമാണുള്ളത്. ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും പ്രദേശവാസികളും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയിൽ നാശനഷ്ടങ്ങളും വർദ്ധിക്കുകയാണ്. കോട്ടയത്ത് മരം റോഡിലേക്ക് കടപുഴുകി വീണു. കളമശ്ശേരിയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വീടുകളും സംരക്ഷണ ഭിത്തികളും തകർന്നു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. കൊട്ടാരക്കര ഇഴണൂറിൽ വീട് ഭാഗികമായി തകർന്നു. പത്മകുമാരി അമ്മയുടെ വീടാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തകർന്നു വീണത്. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ജലാശയങ്ങളിലെ ജലനിരപ്പ് ഉയരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കൊല്ലം പള്ളിക്കലാറിന്റെ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോട്ടയം ചുങ്കത്ത് ശക്തമായ മഴയിൽ വലിയ വാഗമരം റോഡിലേക്ക് കടപുഴകി വീണു. കോട്ടയം ചുങ്കം മെഡിക്കൽ കോളേജ് ബൈപ്പാസിൽ ചുങ്കം പാലത്തിന് സമീപം രാവിലെയായിരുന്നു സംഭവം. ഞായറാഴ്ചയായിരുന്നതിനാൽ രാവിലെ ഈ ഭാഗത്ത് തിരക്കില്ലാതിരുന്നതും വൻ അപകടം ഒഴിവായി. ഇതുവഴി കടന്നുപോയ ഒരു ഓട്ടോറിക്ഷ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് മരത്തിനടിയിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടത്. മരത്തിന്റെ ശിഖരങ്ങൾ പതിച്ച് സമീപത്തെ ഒരു വീടിന് കേടുപാടുകളും സംഭവിച്ചു. കൊച്ചി കളമശ്ശേരിയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്നു. VR തങ്കപ്പൻ റോഡിൽ 5ഓളം വീടുകളിൽ വെള്ളം കയറി. ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായത്. നിലവിൽ മഴയുടെ ശക്തി കുറഞ്ഞത് മൂലം വെള്ളം കുറേശ്ശെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് ആരെയും മാറ്റി താമസിപ്പിച്ചിട്ടില്ല. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. ഒളവണ്ണ ഒടുമ്പ്ര കള്ളിക്കുന്നിൽ കോയങ്ങോറത്ത് അഷ്റഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. 15 മീറ്ററോളം കരിങ്കൽക്കെട്ടാണ് ഇടിഞ്ഞു വീണത്. സംഭവത്തിൽ ആളപായമൊന്നുമില്ല. കാസർഗോഡ് നീലേശ്വരത്ത് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ വൈദ്യുതി തൂണുകളും മരങ്ങളും റോഡിലേക്ക് പതിച്ചു. കോട്ടപ്പുറം അച്ചാന്തുരുത്തി പ്രദേശത്താണ് മരങ്ങൾ റോഡിലേക്ക് വീണത്. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ ചിറ്റാരിക്കൽ കാറ്റാം കവലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ശബരിമല സന്നിധാനത്തും പമ്പയിലും കനത്ത മഴ. പമ്പാ സ്നാനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. പുലർച്ചെ മുതൽ സന്നിധാനത്തും പമ്പയിലും അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭക്തർ പമ്പാ ത്രിവേണിയിൽ കുളിക്കുന്നതിന് നദിയിൽ ഇറങ്ങുന്നതിനും ജില്ലാ കളക്ടർ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തുകയായിരുന്നു. പമ്പാ ത്രിവേണിയിലെ വാഹന പാർക്കിങ്ങിനും താൽക്കാലിക നിയന്ത്രണമുണ്ട്. പമ്പ സന്നിധാനം പാതയിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ മല കയറുമ്പോൾ ഭക്തർ ജാഗ്രത പാലിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അറിയിച്ചു.
ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം വെട്ടുകാട് ശംഖുമുഖം മേഖലകളിൽ കടലാക്രമണം രൂക്ഷം. ഒരു വീട് പൂർണ്ണമായും തകർന്നു. കൂടാതെ നിരവധി വീടുകൾ ഇവിടെ തിരയെടുക്കുകയാണ്. അതിശക്തമായ കടൽക്ഷോഭത്തിൽ ശംഖുമുഖം വെട്ടുകാട് തീരങ്ങളിൽ വൻ കരയിടിച്ചിലാണ് ഉണ്ടാകുന്നത്. വീടുകളുടെ സംരക്ഷണത്തിനായി മണൽച്ചാക്കുകൾ അടുക്കുകയാണ് തീരവാസികൾ. ഇരു സ്ഥലങ്ങളിലുമായി 100ഓളം വീടുകളാണ് കടലേറ്റ ഭീഷണിയിൽ ഉള്ളത്. അടുത്തിടെ വരെ വളരെ വിശാലമായ തീരമുണ്ടായിരുന്നത് വളരെ പെട്ടെന്നാണ് കടലെടുത്തു പോയത്. തീരസംരക്ഷണത്തിനായി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് തീരദേശവാസികൾ ആരോപിക്കുന്നത്. 2018-19 അത്രയും പോയി. ഇതേവരെ വീട് തരുമെന്ന് എൻ്റെ പേരെല്ലാം ഉണ്ട്. വീട് തരണ്ടേ സാറേ പറഞ്ഞ അമ്മ എന്ത് ചെയ്യാൻ? ഈ 4 കുടുംബം ഇവിടെ കിടക്കുന്നതെല്ലാം വെള്ളം കയറി അത്രയും ഇല്ലാതെയായി. വെള്ളം കയറി ഷീറ്റൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് എല്ലാം പോയി. തന്നാൽ ഇവർ എന്ത് തരും? 50,000 രൂപ തരും. ആ 50,000 വാങ്ങിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വീട് പണി ചെയ്ത് എല്ലാം കഴിഞ്ഞ് കിടക്കയല്ലേ. ഞങ്ങൾക്ക് ഫ്ലാറ്റ് തന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് വിടുക. ഫ്ലാറ്റ് തന്നാൽ മതി. പേടിച്ചാണ് രാത്രിയും പകലും കഴിയുന്നത്. വളർന്ന കുട്ടികളെയും വെച്ചുകൊണ്ട് എവിടെ പോകും? ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലങ്ങളില്ല. നിങ്ങൾ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഓരോ വീടുകൾ തരിക. ഇവിടെ നിന്ന് ഞങ്ങൾ മാറിത്തരാം. അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ പൈസ മുടക്കിയാണ് ക്ലേ ഇറക്കി ഞങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി എന്ന് വെച്ചാൽ അല്പസമയമെങ്കിലും ഞങ്ങൾക്ക് സുരക്ഷിതയോടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സഹോദരങ്ങൾ മക്കൾ ക്ലേ അടുക്കിയത്. അങ്ങനത്തെ ജീവിതത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച വരെ അതിശക്തമായ മഴയും കടലേറ്റവും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ഉൾപ്പെടെയുള്ളവർ കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. കടലാക്രമണം രൂക്ഷമായ പൂവാർ, അഴിമല, കോവളം, ശംഖുമുഖം, വേളി, വർക്കല എന്നിവിടങ്ങളിൽ ആളുകൾ കടലിലിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ അപ്പർ കുട്ടനാട് വീണ്ടും വെള്ളത്തിൽ മുങ്ങുന്നു. ജൂൺ ആദ്യ ദിനങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ക്യാമ്പുകളിൽ അഭയം തേടിയ ദുരിതബാധിതർ മടങ്ങിയെത്തി ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അടുത്ത മഴ എത്തിയത്. ഏതാനും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്തെങ്കിലും ജലനിരപ്പിന് കാര്യമായ മാറ്റം സംഭവിച്ചിരുന്നില്ല. 3 ദിവസം മുതൽ മഴ ശക്തി പ്രാപിക്കുകയും കിഴക്കൻ വെള്ളം എത്തുകയും ചെയ്തതോടെ വീണ്ടും വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയിലാണ് അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങൾ. പമ്പ, മണിമലയാറുകളിൽ ജലനിരപ്പ് ഉയർന്നു. പ്രദേശങ്ങളിൽ കനത്ത മഴയും വെള്ളപ്പൊക്കത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. തൃശൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. തൃശൂർ ജില്ലയിൽ കനത്ത മഴയെ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചത്. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, നഴ്സറികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും യൂസഫ് പത്താനും മണ്ഡലത്തിൽ വിവിധ റാലികളിൽ പങ്കെടുക്കുകയാണ്. നിലമ്പൂരിൽ ശക്തമായ മഴയും പെയ്യുന്നുണ്ട്. TK അരവിന്ദൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരവിന്ദൻ, നിലമ്പൂർ ആർക്കൊപ്പം നിൽക്കുമെന്ന് അറിയാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ശക്തമായ മഴയിലും പ്രചാരണം കൊഴുപ്പിക്കുകയാണല്ലോ മുന്നണികൾ. എത്രത്തോളം മുന്നിലെത്തിയിട്ടുണ്ട് ഓരോരുത്തരും? അഖില, പ്രചരണ അവരുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും 2 ദിവസം കൂടിയാണ് പരസ്യപ്രചരണത്തിനുള്ളത്. ഈ അവസരത്തിൽ നേതാക്കന്മാരെല്ലാം നിലമ്പൂരിൽ തമ്പടിച്ചിരിക്കുന്ന ഒരു കാഴ്ച. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം നിലമ്പൂരിലുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ, ആദ്യ റോഡ് ഷോ കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ റോഡ് ഷോ അല്പസമയത്തിനകം നിലമ്പൂരിലെ മുക്കട്ടയിൽ നിന്ന് ആരംഭിക്കും. നിലമ്പൂരിലെ ചന്തക്കുന്ന് വരെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ഉള്ളത്. പ്രവർത്തകരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു ജനക്കൂട്ടം തന്നെ പ്രിയങ്ക ഗാന്ധിയെ കാണുവാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. തീർച്ചയായും കോൺഗ്രസ് വളരെയധികം
ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വലിയ തരത്തിലുള്ള ജനക്കൂട്ടമുണ്ട്. അല്പം മുമ്പാണ് അൻവറിന്റെ റോഡ് ഷോ സമാപിച്ചത്. അതും ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. എല്ലാ മുന്നണികളും ഒരുപോലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവസാന നിമിഷത്തിൽ സജീവമാണ്. NDA ആകട്ടെ നിലമ്പൂരിനായി ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് പത്രിക ഇപ്പോൾ പുറത്തിറക്കി. നിലമ്പൂരിന്റെ വികസന രേഖ ഈ വികസന രേഖ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നിലമ്പൂരിൽ നിന്ന് നഞ്ചക്കോട്ടയ്ക്കുള്ള പാത അടുത്ത 7 മാസത്തിനുള്ളിൽ BJP ഇവിടെ വിജയിക്കുകയാണെങ്കിൽ അടുത്ത 7 മാസത്തിനുള്ളിൽ അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങും. മറ്റൊരു കാര്യം, നിലമ്പൂരിലെ ജില്ലാ ആശുപത്രി ക്യാൻസർ ചികിത്സയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ ഉയർത്തും എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഗൂഡല്ലൂർ പാത, നിലമ്പൂർ ഗൂഡല്ലൂർ കോഴിക്കോട് പാത ദേശീയപാതയായി മാറ്റുമെന്ന വാഗ്ദാനവും അദ്ദേഹം നൽകുകയുണ്ടായി. ഇത്തരത്തിൽ എല്ലാ മുന്നണികളും ജനങ്ങളിലേക്ക് എത്താനുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം നിലമ്പൂരിനടുത്ത മുക്കട്ടയിൽ എത്തും. അഖില. അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. താരപ്രചാരകരെ ഒക്കെ ഇറക്കി മണ്ഡലത്തിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. ഇനി മണ്ഡലത്തിന്റെ മനസ്സ് ആർക്കൊപ്പം എന്നറിയാൻ ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. PV അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചരിത്രം വഞ്ചനയ്ക്കും വഞ്ചകർക്കും മാപ്പ് കൊടുക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. LDF പോത്തുകൽ പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം UDFന് അങ്കലാപ്പുണ്ടാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോഴത് പരസ്യമാക്കിയത് മാത്രമേ ഉള്ളൂ. എത്രമാത്രം ഗതികേടിലാണ് UDF എത്തുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ വ്യക്തമാക്കാനുള്ളൂ. LDF എന്ന നിലക്ക് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഒരു വിഘടന ശക്തിയുടെയോ വർഗീയ ശക്തിയുടെയോ പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല. ഞങ്ങള് മതനിരപേക്ഷതയുടെ പൂർണ്ണമായ പിന്തുണയാണ് ആഗ്രഹിക്കുന്നത്. അതിനുതകുന്ന നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി നിലപാട് വ്യക്തമാക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കുറച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഏത് വർഗീയ സംഘടനകളുമായും കൂട്ടുകൂടാമെന്ന നിലപാടിലാണ് UDF. പെഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ കശ്മീരിൽ മാത്രമാണ് പ്രതിഷേധിക്കാതിരുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? ഇവിടെ ഒരു മണ്ഡലത്തിൽ കുറേ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും തുടർന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുന്ന ഒരു മുന്നണിയെ കേരളത്തിലെ UDF ശരിയായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുന്നതിന് വേണ്ടി അഖിലേന്ത്യാ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത അവർ നിർവഹിക്കണം. ഞാനിത് പറഞ്ഞപ്പോൾ സോണിയാഗാന്ധി ഇവിടെ പ്രിയങ്ക ഗാന്ധി ഇതിന് മറുപടി പറയാൻ സാധ്യതയില്ല എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് VD സതീശൻ പറഞ്ഞത് ഗോവിന്ദിന് മറുപടി ഞാൻ തന്നെ പറയുന്നതാണ്. എന്നിട്ട് പക്ഷേ ഇതേ ഒരു മറുപടിയില്ല. അതായത് പ്രിയങ്ക ഗാന്ധി മറുപടി പറയേണ്ടിയില്ല, ഞാൻ തന്നെ മറുപടി പറഞ്ഞോളാം. പക്ഷേ ഇതേവരെ മറുപടി പറയേണ്ടില്ല. കാരണം രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ അവർക്ക് കഴിയില്ല. രാഷ്ട്രീയം നഷ്ടപ്പെട്ട് അരാഷ്ട്രീയമായ രീതിയിൽ ഒരു ഉപകരണവും കയ്യിലില്ലാതെ ആയുധമില്ലാതെ അടരാടുന്ന നിലയാണിപ്പോൾ യഥാർത്ഥത്തിൽ UDFന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷം വർഗീയ പ്രചാരണം നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയാണ് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയെ സ്വാഗതം ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പെട്ടിപരിശോധനാ വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചു. ആരുടെ വണ്ടി പരിശോധിക്കുന്നതിനോടും എതിർപ്പില്ല. എന്നാൽ UDF നേതാക്കളുടെ വണ്ടി മാത്രം തെരഞ്ഞുപിടിച്ച് പരിശോധിക്കുന്നതിനോടാണ് എതിർപ്പെന്നും VD സതീശൻ പറഞ്ഞു. തെരഞ്ഞുപിടിച്ച് UDF നേതാക്കന്മാരുടെ മാത്രം. കാരണം പാലക്കാട് പെട്ടി വിവാദം ഉണ്ടാക്കിയത് മന്ത്രി SP വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ 2 വനിതാ നേതാക്കന്മാരുടെ ഹോട്ടലിലെ മുറിയിൽ അർദ്ധരാത്രി റെയ്ഡ് നടത്തിയത്. അതിൻ്റെ പണി അവിടെ കിട്ടിയതാണ്. എന്നിട്ട് വീണ്ടും പണിയായിട്ട് ഇറങ്ങണ്ട, വീണ്ടും പെട്ടിയായിട്ട് ഇറങ്ങണ്ട. ഞങ്ങളുടെ മാത്രമായിട്ട് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും. വേറെ ആരെയും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും. എല്ലാവരും നിയമത്തിന് വിധേയരാണ്, ഞാനടക്കം. പക്ഷേ
UDF നേതാക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് നടത്തിയ ഞങ്ങൾ പരാതി കൊടുക്കും. നിലമ്പൂരിൽ മുഖ്യമന്ത്രി വർഗീയത പറയുന്നുവെന്ന് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയമോ വികസനമോ പറയുന്നില്ല. ആര്യാടൻ ഷൗക്കത്ത് മികച്ച വിജയം നേടുമെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം പെട്ടി പരിശോധനാ വിവാദത്തിൽ പ്രതികരിക്കാൻ ചെന്നിത്തല തയ്യാറായില്ല. ഇല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി UDF വർദ്ധിച്ച ആവേശത്തോടെ മുന്നോട്ട് പോവുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം ആര്യാടൻ ഷൗക്കത്ത് നേടാൻ പോവുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ ഭൂരിപക്ഷമാണ് അവിടെ ലഭിച്ചത്. അപ്പോൾ ഇന്ന് പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി ചിത്രം മാറാൻ പോകുന്നു. കൂടുതൽ ആവേശത്തോടെ ശക്തിയോടെ മുഴുവൻ പ്രവർത്തകരും ജനങ്ങളും UDFനെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയാണ്. CPMൻ്റെ എല്ലാ വിധത്തിലുമുള്ള കള്ളപ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും. കഴിഞ്ഞ നിലമ്പൂരിനെ ഇളക്കി മറിച്ചായിരുന്നു PV അൻവറിന്റെ റോഡ് ഷോ. തൃണമൂൽ കോൺഗ്രസ് MP യൂസഫ് പത്താൻ റോഡ് ഷോയുടെ ഭാഗമായി. PV അൻവറിന്റെ വിജയം സുനിശ്ചിതമെന്ന് പത്താൻ അമൃത വാർത്തകളോട് പറഞ്ഞു. നിലമ്പൂരിന്റെ അഭിമാനത്തിനു വേണ്ടിയാണ് അൻവർ പോരാടുന്നതെന്നും ജനങ്ങൾ അൻവറിനൊപ്പം നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൂന്ന് മുന്നണികൾക്കും വലിയ വെല്ലുവിളി ഉയർത്തിയാണ് നിലമ്പൂരിൽ PV അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. ആർക്കും മുൻതൂക്കം പ്രവചിക്കാനാകാത്ത തെരഞ്ഞെടുപ്പിൽ അവസാന ദിവസങ്ങളിൽ ആവേശ പോരാട്ടം കാണാം. കോടതിപ്പടി മുതൽ നിലമ്പൂർ ജംഗ്ഷൻ വരെ അൻവറിന്റെ റോഡ് ഷോ. കൂട്ടിന് ക്രിക്കറ്റ് താരവും തൃണമൂൽ MPയുമായ യൂസഫ് പത്താനും. കഴിഞ്ഞ കാലങ്ങളിൽ അൻവർ നടത്തിയ വികസനങ്ങൾ വോട്ടാകുമെന്ന് യൂസഫ് പത്താൻ അമൃത വാർത്തകളോട് പറഞ്ഞു. തന്റെ കുടുംബത്തെ പോലെ നിലമ്പൂരിലെ ജനങ്ങളെ സ്നേഹിച്ച ആളാണ് PV അൻവർ. അവർ അൻവറിനെ കൈവിടില്ല. अनवर जी यहाँ पर लोगों के लिए हमेशा काम करते रहते और उनको जो लोगों के लिए काम करना भी पसंद है, क्योंकि उनके फैमिली में भी बहुत लोगों ने लोगों के लिए काम किया है, आज़ादी के लड़ाई लड़े हैं. तो वो चीज़ उनको एक अलग दिखाता है कि जो इंसान अपने स्वाभिमान के लिए खड़ा है, अपने लोगों के स्वाभिमान के लिए खड़ा है, उनके लिए लड़ता रहता है. तो ये सबसे अलग और അൻവർ ഉണ്ടാക്കിയ സ്വാധീനം നിലമ്പൂരിൽ ഒരു കാലത്ത് പോകില്ല. അതുകൊണ്ട് തന്നെ ജയം ഉറപ്പ്. वो ऑलरेडी इम्पैक्ट डाल चुके हैं और इतने सालों से इम्पैक्ट डालते आए हैं और ये आने वाले जो सालों में भी बहुत बड़ा रोल प्ले करेंगे यहाँ के लोगों के लिए. तो वो एक ऑलरेडी मैच विनर है. उनकी जगह न तो कोई ले सकता है और न तो किसी को उनकी जगह पे लाया जा सकता है. अनवर जी खुद एक बड़े इम्पैक्ट प्लेयर है इस गेम में. അതേസമയം പിണറായിസത്തിന് അന്ത്യം ഈ തെരഞ്ഞെടുപ്പ് കുറിക്കുമെന്ന് PV അൻവർ ആവർത്തിച്ചു. പിണറായിസത്തിന്റെ അവസാന താണിക്കല് നിലമ്പൂരിൽ അടിക്കുമെന്നാണ് രാജിവെച്ചപ്പോൾ പറഞ്ഞത്. അത് സംഭവിച്ചിരിക്കും. കനത്ത മഴയിലും നൂറുകണക്കിന് പ്രവർത്തകരാണ് അൻവറിനൊപ്പം നിലമ്പൂർ ഇളക്കി മറിച്ചത്. അൻവർ ഇവിടെ ജയിക്കും. അൻവർ എന്താണെന്നുള്ളത് നിലമ്പൂരിലെ ജനത തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം KK പ്രശാന്ത്. കോൺഗ്രസ് റീൽ പാർട്ടി എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പൂവ് പിടിച്ച് റീൽസ് ഉണ്ടാക്കി യൂത്ത് പാർട്ടിയാണെന്ന് പറയുകയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്നത് മുന്നേയുള്ള നിലപാടാണ്. ഇതേ നിലപാട് ഉമ്മൻചാണ്ടിയും പറഞ്ഞിരുന്നു. ജമാഅത്തെ ഇസ്ലാമി വർഗീയത ഉപേക്ഷിച്ചു എന്ന് പറയേണ്ടത് VD സതീശനല്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. LDFും UDFും SDPIയും അൻവറും അവരും നാലും ഇന്ത്യ അലയൻസ് ഒരു മുന്നണീൻ്റെ 4 ഭാഗമായിട്ടല്ല ജനങ്ങൾ കാണുന്നത്. അവരുടെ ഒരു ഐഡിയോളജിയോ അവരുടെ ഒരു കാഴ്ചപ്പാടിലോ ഒരു വ്യത്യാസമില്ലല്ലോ. LDFും പ്രീണരാഷ്ട്രം ചെയ്യുന്നു, PDPനെ തലയിൽ കെട്ടി ഇറങ്ങുന്നു. UDFും ജമാഅത്തിൻ്റെ ഒപ്പം പ്രീണരാഷ്ട്രം ചെയ്യുന്നു. അതിൽ എന്ത് വ്യത്യാസം ജനങ്ങൾക്കറിയാം. ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ, ഇതൊരു ഡെസ്പറേഷൻ പവർ പോളിറ്റിക്സിൻ്റെ ഒരു ഡെസ്പറേറ്റ് ലെവലാണ്. ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് ബാക്കിയുള്ളത് എന്താ? പ്രീണരാഷ്ട്രം. ഇത് ചെയ്ത് ജനങ്ങളെ വിഡ്ഢിയാക്കി റീലുണ്ടാക്കി ഞങ്ങൾ യൂത്ത് പാർട്ടിയാണ്, തേങ്ങയാണ്, മാങ്ങയാണ് പറഞ്ഞ് നടക്കുക. എന്താണ് സത്യം? പ്രീണരാഷ്ട്രം. അതാണ് അവരുടെ ഏറ്റവും കോർ ഐഡിയോളജി. ഇതാണ് സത്യം. തിരുവനന്തപുരം പനച്ചമൂട് യുവതിയെ കൊന്നു കുഴിച്ചിട്ട സംഭവത്തിൽ തെളിവെടുപ്പ് തുടരുന്നു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ദേവിക ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ദേവിക, ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ
ഈ സാമ്പത്തിക പ്രശ്നം കാരണമാണോ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണോ കൊലപാതകം നടത്തിയത്? അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളുണ്ടോ? തീർച്ചയായിട്ടും അഖില, കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. വാക്ക് തർക്കത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണ് എന്നത് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തിനെ ചൊല്ലിയാണ് ഇത്തരത്തിലൊരു വാക്ക് തർക്കം നടന്നത് എന്ന കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇവർ തമ്മിൽ പണമിടപാടുകൾ ഉണ്ടായിരുന്നു, അതേ ചൊല്ലിയായിരുന്നു ഇത്തരത്തിൽ വാക്ക് തർക്കം ഉണ്ടായത്. അതാണോ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് അതിലൊരു വ്യക്തത വരിക. എന്തായാലും പ്രാഥമിക മൊഴിയെടുപ്പിൽ ഇത്തരത്തിൽ വിനോദ് ഇന്നലെ പുലർച്ചെ ഇത്തരത്തിൽ ഈ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമാവുകയും അതേ തുടർന്നാണ് ഇവിടെ ഈ വിളറടെയുള്ള ഈ വിനോദിന്റെ വീട്ടുവളപ്പിൽ ഈ പ്രിയംവതിയെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ വിനോദിനെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഈ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന ആ ഒരു കുഴിമാടം പൊളിച്ച് ആ ഒരു മൃതദേഹം പുറത്തെടുക്കാനുള്ള അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലൊരു മൃതദേഹം അവിടെ ഉണ്ടോ, ഇതിന് പിന്നിലെ ദുരൂഹത എന്താണ് എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ. ജൂൺ 12-നാണ് ഇത്തരത്തിൽ പ്രിയംവതയെ കാണാനില്ല എന്ന് പറഞ്ഞ പ്രിയംവതയുടെ മക്കൾ വെള്ളറട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. അതേ ജൂൺ 12-ന് തന്നെ ഇത്തരത്തിൽ ഈ ഒരു പ്രതിയായ വിനോദും പ്രിയംവതയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതായി വ്യക്തമാകുന്നുണ്ട്. ഈ വാക്കുതർക്കത്തെ തുടർന്ന് ഈ പ്രിയംവതയെ ഈ വിനോദ് മർദ്ദിക്കുകയായിരുന്നു. ആ മർദ്ദനത്തിൽ ബോധരഹിതയായി വീഴുന്ന ഈ പ്രിയംവതയെ ഈ വിനോദ് തന്റെ വീട്ടിലേക്ക് പേടിച്ചിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഈ ബോധം വരുമ്പോൾ അയാൾ ശബ്ദം പുറത്തു വരാതെ അല്ലെങ്കിൽ ബഹളം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്വാസം മുട്ടിക്കുകയും തുടർന്ന് ഈ ഒരു പ്രിയംവത കൊല്ലപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള മൊഴിയെടുപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷെ അതിനുശേഷം 3 ദിവസമാണ് ഇത്തരത്തിൽ സ്വന്തം മുറിയിലെ കട്ടിലിന് അടിയിൽ ഈ ഒരു പ്രിയംവതയുടെ മൃതദേഹം ഈ പ്രതി സൂക്ഷിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? ഇത്തരത്തിലൊരു കൊലപാതകത്തെ മറയ്ക്കുന്ന രീതിയിലുള്ള ആസൂത്രണങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അത്രയും ദിവസം ഈ ഒരു മൃതദേഹം മറവ് ചെയ്യാൻ വൈകിയതെന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതിയുടെ ഭാര്യ മാതാവിന്റെ മൊഴിയാണ് ഇത്തരത്തിൽ വളരെയധികം നിർണായകമായത്. ഒരു സംശയമാണ് ഇത്തരത്തിലൊരു വെറുമൊരു മാൻ മിസ്സിംഗ് കേസായി മാറേണ്ട ഒരു കേസ് ഇത്തരത്തിൽ കൊലപാതകമാണ് എന്നതടക്കമുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. സരസ്വതി എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ വൈദികനെ തന്റെ കൊച്ചുമകൾ ഈ പ്രതിയായ വിനോദിന്റെ കട്ടിലിനടിയിൽ ഒരു കാല് കണ്ടു എന്ന കാര്യം വൈദികനോട് പറയുകയും വൈദികനാണ് വെള്ളറട പോലീസ് സ്റ്റേഷനിൽ പോലീസിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തത്. എന്നാലും ഇപ്പോൾ ഈ നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരും, കാര്യങ്ങളിൽ അല്പം കൂടി വ്യക്തത വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖില, ശരി, ദേവികയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കരമനയിൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് സതീശനെ കഴുത്തറുത്ത നിലയിലും ഭാര്യ ബിന്ദുവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. മരണപ്പെട്ടവർക്ക് കോടിയിലധികം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നതായാണ് വിവരം. അതേസമയം ബാങ്ക് ലോൺ സംബന്ധിച്ച് നാട്ടുകാർ ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയിരുന്നു. തുടർന്നും നാളെ വീട് ജപ്തി ചെയ്യുമെന്ന് ബാങ്ക് അറിയിച്ചതായി, മരണത്തിന്റെ ഉത്തരവാദിത്വം ബാങ്കിനാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. രാവിലെ 9:30-യോടെയാണ് തിരുവനന്തപുരം കരമനയിലെ വീടിനുള്ളിൽ സതീശനെ കഴുത്തറുത്ത നിലയിലും ഭാര്യ ബിന്ദുവിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. തിരുവനന്തപുരം നഗരസഭയിലെ ഉൾപ്പെടെ കോൺട്രാക്ട് വർക്കുകൾ ചെയ്തിരുന്ന ആളാണ് സതീശൻ. SBI ബാങ്കിലെ ജനറൽ ആശുപത്രി ശാഖയിൽ നിന്നും സതീശൻ വലിയ തുക വായ്പ എടുത്തിരുന്നു. തിരിച്ചടവ് വൈകിയപ്പോൾ സതീശന് ഹൃദയാഘാതമുണ്ടായി. തുടർന്ന് പ്രാദേശിക നേതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ ബാങ്കുമായി ചേർന്ന് തിരിച്ചടവ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു. ഇവരുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ബാങ്കിനാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. 60 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരുന്നത്. 1,60,00,000 രൂപ അടച്ചു. 53 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞു. ലോൺ പെൻഡിങ് വന്ന സമയത്ത് ഇദ്ദേഹം PRS ആശുപത്രിയിലാണ്, ഹാർട്ടിൻ്റെ പ്രശ്നമായിട്ട്. അപ്പോൾ ബാങ്ക് മാനേജർ പോയി അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഒപ്പൊക്കെ വാങ്ങിയിട്ട് 50 ലക്ഷം രൂപ കൂടി ബാങ്കിൽ എടുത്തു. ഇയാൾക്ക് പൈസ കൊടുത്തില്ല, എന്നിട്ട് അത് ലോണിൽ പെടുത്തി. 2.5 കോടി രൂപ വേണമെന്ന് ബാങ്ക് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ ഇടപെട്ട് ഈ 2 ആളുകളെയും കൂട്ടി ഇവിടുത്തെ ജനറൽ ആശുപത്രിയുടെ അടുത്തുള്ള SBI ബ്രാഞ്ച് നമ്മൾ ഉപരോധിച്ച് അന്ന് CI ഒക്കെ കൂടി ഒരു ഒത്തുതീർപ്പാക്കി ഒരു കുറച്ച് പൈസയും അടക്കണമെന്ന് പറഞ്ഞ് 85 ലക്ഷം രൂപയായിട്ട് ഇവർ ഈ അടുത്ത വീട് പണയൊക്കെ പെടുത്തി കൊണ്ടുവന്ന് ഞങ്ങൾ കൊണ്ടുപോയി. പക്ഷേ പൈസ വാങ്ങിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇവർ നാളെ ചെല്ലണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഒറ്റക്കെട്ടായി പ്രതിഷേധം, ഒന്നിച്ചൊന്നായി പ്രതിഷേധം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹവുമായി ബാങ്ക് ഉപരോധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മരണപ്പെട്ട സതീശൻ ബിന്ദു ദമ്പതികളുടെ മകൻ വിദേശത്താണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി ചെല്ലാനത്ത് സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് 16-കാരൻ മരിച്ചു. മാലാഖപ്പടിയിൽ പവൻ സുമോദാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബസിന്റെ ഡോർ തുറന്നിട്ട് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. ബസിന്റെ ചവിട്ടുപടിയിൽ നിന്നാണ് പവൻ യാത്ര ചെയ്തത്.
തൃശൂർ ചാലക്കുടി വ്യാജ ലഹരി കേസിൽ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസ് അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ദുബായിൽ നിന്നും മുംബൈ വിമാനത്താവളത്തിലെത്തിയ ലിവിയയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പുലർച്ചെയാണ് തൃശൂരിലെത്തിച്ചത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയും കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനുമായ VK രാജുവിന്റെ നേതൃത്വത്തിൽ 4 മണിക്കൂർ നേരം ലിവിയയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെപ്പറ്റി സ്വഭാവദൂഷ്യം ആരോപിച്ചതുമാണ് ഷീല സണ്ണിക്കെതിരെ പ്രതികാരത്തിന് കാരണമെന്നും ലിവിയ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. തന്നെപ്പറ്റി ഷീല സണ്ണി പറയുന്ന ഓഡിയോ സന്ദേശം കേട്ടതിന് പിന്നാലെയാണ് പ്രതികാരം ചെയ്യാൻ തീരുമാനമെടുത്തത്. ഒന്നാം പ്രതിയും സുഹൃത്തുമായ നാരായണദാസുമായി ചേർന്നാണ് ഗൂഢാലോചന നടത്തിയത്. 2023 ഫെബ്രുവരി 26 ഷീല സണ്ണിയുടെ സ്കൂട്ടർ വാങ്ങിയെടുത്ത ശേഷം സ്കൂട്ടറിലും ബാഗിലും മയക്കുമരുന്ന് നിക്ഷേപിക്കുകയായിരുന്നു. യഥാർത്ഥ മയക്കുമരുന്ന് വാങ്ങാനായിരുന്നു നാരായണദാസിനെ ഏൽപ്പിച്ചത്. എന്നാൽ മയക്കുമരുന്ന് നൽകിയ ആഫ്രിക്കൻ സ്വദേശി ചതിച്ചുവെന്നും ലിവിയ പോലീസിനോട് വെളിപ്പെടുത്തി. ലിവിയയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഒരു തെറ്റും ചെയ്യാതെയാണ് താൻ ജയിലിൽ കിടന്നതെന്നും പറയത്തക്ക കുടുംബ വഴക്കൊന്നും വീട്ടിൽ ഉണ്ടായിട്ടില്ലെന്നും ഷീല സണ്ണി പ്രതികരിച്ചു. ലിവിയ ജോസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരം അറിഞ്ഞുള്ളൂ. അതിൽ സന്തോഷമുണ്ട്. ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാൻ 72 ദിവസം ജയിലിൽ കിടന്നത്. അതെൻ്റെ ജീവിതം തന്നെ, എൻ്റെ കുടുംബം തന്നെ എനിക്ക് ഇല്ലാണ്ടായി. ഞാൻ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനം എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കുടുംബം, മോന്, അങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിച്ച എനിക്കിപ്പോൾ ഞാനൊരു ഭാഗത്ത്, ഹസ്ബൻഡ് ഒരു ഭാഗത്ത്, അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ ജീവിതം. കൊടുങ്ങല്ലൂരിലെ മജിസ്ട്രേറ്റ് മുൻപാകെ പ്രതിയെ ഹാജരാക്കി. ഷീല സണ്ണിയുടെ മരുമകളെയും മാതാപിതാക്കളെയും അന്വേഷണ സംഘം വിളിച്ചുവരുത്തി വിവരങ്ങൾ തേടിയിരുന്നുവെങ്കിലും ഇവർക്ക് സംഭവത്തിൽ പങ്കില്ലെന്ന SIT സംഘത്തലവൻ VK രാജു പറഞ്ഞു. എന്നാൽ കൂടുതൽ പ്രതികൾ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. മൂവാറ്റുപുഴ കദളിക്കാട് വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞു. ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് SIയെ ഇടിച്ചു വീഴ്ത്തിയത്. തൊടുപുഴ സ്വദേശിയായ ആസിഫ് നിസാറാണ് ഇയാൾക്കൊപ്പം കാറിലുണ്ടായിരുന്നത്. പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. SIയെ ആക്രമിക്കാൻ ഉപയോഗിച്ച കാർ കണ്ടെത്തി. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ SI EM മുഹമ്മദിനെയാണ് പ്രതികൾ കഴിഞ്ഞ ദിവസം വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത വിഴിഞ്ഞം ഹാർബറിനെ ശ്വാസം മുട്ടിക്കുന്നു. ആയിരക്കണക്കിന് മത്സ്യബന്ധന യാനങ്ങൾ എത്തുന്ന ഹാർബറിൽ തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും തുറമുഖ വകുപ്പ് തയ്യാറാക്കിയിട്ടില്ല. 72 കോടി രൂപയുടെ സമ്പൂർണ്ണ നവീകരണ മാസ്റ്റർ പ്ലാനാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകളിൽ ഒന്നാണ് വിഴിഞ്ഞം ഹാർബർ. ദിനവും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും മത്സ്യയാനങ്ങളുമാണ് വിഴിഞ്ഞം ഹാർബറിലേക്ക് എത്തുന്നത്. എന്നാൽ ഹാർബറിന് മതിയായ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചതും ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. തുറമുഖം യാഥാർത്ഥ്യമായെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ദുരിതാവസ്ഥ തുടരുകയാണ്. വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും എടുക്കാൻ പര്യാപ്തമായ തീരമില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ഒപ്പം വള്ളത്തിലെത്തുന്ന ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നടത്താൻ പോലും ഇവിടെ സൗകര്യമില്ല. മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രധാന വിഷയം വെച്ചാൽ, ഒന്ന്, ഇവർക്കുള്ള സ്ഥല സൗകര്യങ്ങൾ കുറവ്. പിന്നെ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി മത്സ്യത്തൊഴിലാളികൾക്കുള്ള യാനങ്ങൾ വയ്ക്കാനും മറ്റേ വയ്ക്കാനുള്ള ഒരു വലിയ സൗകര്യമൊക്കെ ഇല്ല. അതിൻ്റെ പ്രോജക്റ്റൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ അവരിതാ ഈ കാണുന്ന വലകളൊക്കെ, ഈ വലകളെല്ലാം വെയിലും കൊണ്ട് ഇവർ നശിക്കുക. ഈ ഒരു മാസം കിടന്നിരുന്ന തനിയെ ഇത് എന്താവും, കേടാവും, പൊട്ടിപ്പോവും. അപ്പം ലക്ഷങ്ങളെ നഷ്ടമാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലാൻഡിങ്, ഈ കാണുന്ന ലാൻഡിങ് വല്ല വാർപ്പാണ്. അവിടെയൊക്കെ ഈ മേൽക്കൂര കെട്ടി അവർക്ക് വല തുന്നാനും അവരുടെ സാധനങ്ങൾ സംരക്ഷിക്കാനും, പിന്നെ റൂമൊക്കെ കെട്ടി അവർക്കുള്ള എഞ്ചിൻ ഇപ്പോൾ ഭയങ്കര മോഷണം പോകുന്നുണ്ട്. ഈ ബോക്സ് എഞ്ചിനൊക്കെ മോഷണം പോകുന്നു. അപ്പോൾ അവർക്ക് സംരക്ഷിതമായിട്ട് ഒരു റൂമൊക്കെ കിട്ടിയാൽ അവരുടെ യാനങ്ങളൊക്കെ വയ്ക്കും. ഇവിടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 30 വരെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയും കന്യാകുമാരി ജില്ലയുള്ള മത്സ്യത്തൊഴിലാളി വരും. ഒരു എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു 7,000-8,000
വള്ളങ്ങളിലൂടെ വരും. ഇത് ഭയങ്കര നമുക്ക് സ്ഥല സൗകര്യം കുറവാണ്. അപ്പോൾ ഉള്ളതിനെ സർക്കാർ സംവിധാനത്തിലൂടെ അവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ നിലവിലുള്ള സ്ഥലങ്ങളിൽ അവരെ സംരക്ഷിക്കുന്ന രീതിക്കുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരണം. 72 കോടി രൂപയുടെ ഹാർബർ നവീകരണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചെങ്കിലും ഇനിയും നിർമ്മാണ അനുമതി ലഭിച്ചിട്ടില്ല. ലാൻഡിംഗ് സെന്ററിന് 24 കോടി രൂപയും 48 കോടി രൂപ ഹാർബർ നവീകരണത്തിനുമായാണ് ഇതിൽ വകയിരുത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിനും ഹാർബറിനുമിടയിലുള്ള 300 മീറ്ററാണ് ഹാർബർ നിർമ്മാണത്തിനായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം. തീരം നവീകരിക്കാൻ 77 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചെങ്കിലും അതും ഇനിയും വൈകുകയാണ്. വിഴിഞ്ഞം പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ വിഴിഞ്ഞം ഹാർബർ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ലായ്മ കാരണം പൊറുതിമുട്ടുകയാണ്. ഇതിന് സർക്കാർ തലത്തിൽ തന്നെ പ്രോജക്റ്റുകൾ ഉണ്ടാകണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ഒരു കുട്ടിയടക്കം 7 പേർ മരിച്ചു. ഗുപ്തകാശിയിൽ നിന്ന് കേദാർനാഥ് ധാമിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ആര്യൻ ഏവിയേഷൻ ഹെലികോപ്റ്ററാണ് കാട്ടിൽ തകർന്നു വീണത്. ഗൗരികുണ്ടിനും സോൻപ്രയാഗിനും ഇടയിലായിരുന്നു അപകടമുണ്ടായത്. പൈലറ്റ് ഉൾപ്പെടെ 7 പേരാണ് ഹെലികോപ്റ്ററിലുണ്ടായിരുന്നതെന്ന് ഉത്തരാഖണ്ഡ് ADGP ഡോക്ടർ വി മുരുകേശൻ അറിയിച്ചു. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചാർധാം തീർത്ഥാടകരാണ് ഇവർ. മോശം കാലാവസ്ഥയും സാങ്കേതിക തകരാറുമാണ് അപകട കാരണം എന്നാണ് സൂചന. പ്രദേശത്ത് കന്നുകാലികൾക്ക് തീറ്റ ശേഖരിക്കാൻ പോയ നാട്ടുകാരാണ് ഹെലികോപ്റ്റർ തകർന്നത് കണ്ടെത്തിയത്. തുടർന്ന് രക്ഷാപ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു. NDRF, SDRF സംഘങ്ങൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ് എന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. മെയ് 2-ന് കേദാർനാഥ് തീർത്ഥാടനം ആരംഭിച്ച ശേഷമുള്ള 5ാമത്തെ അപകടമാണിത്. കഴിഞ്ഞയാഴ്ചയും ഈ പാതയിൽ അപകടമുണ്ടായിരുന്നു. അന്ന് വൻ ദുരന്തമൊഴിവായത് റോഡിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതുകൊണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 274 പേർ മരിച്ചതായി ഗുജറാത്ത് സർക്കാരിന്റെ കണക്ക്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടേതടക്കം 45 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ അറിയിച്ചു. 14 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മലയാളി രഞ്ജിതയുടേതടക്കമുള്ളവരുടെ DNA ഫലങ്ങൾ വേഗത്തിൽ പുറത്തുവരും എന്നാണ് പ്രതീക്ഷ. രഞ്ജിതയുടെ സഹോദരൻ ഹൈദരാബാദിൽ തുടരുകയാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ട രമേശ് വിശ്വാസ് കുമാർ 2 ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടും. അതേസമയം മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിന് 230 പേരുടെ സംഘത്തെ നിയോഗിച്ചു. ഇവർ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് മൃതദേഹം കൈമാറും. മരിച്ച 11 വിദേശ പൗരന്മാരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണ് എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. DNA സാമ്പിൾ പരിശോധിച്ചാണ് സ്ഥിരീകരണം നടത്തിയത്. രാവിലെ 11 മണിയോടെയാണ് പരിശോധനാ ഫലം പുറത്തുവന്നത്. പിന്നാലെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി. आज सुबह करीबन 11:10 को उनका DNA मैच हुआ है. उनका पार्थिव शरीर परिवार एवं वरिष्ठ आगेवानों के साथ चर्चा होने के बाद आज 1 बजे समय नक्की होगा और आगे की जानकारी आप सबको दी जाएगी. സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുടുംബത്തിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നാണ് വിവരം. വിമാന ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നതടക്കം പരിശോധിക്കാൻ പ്രത്യേക സംഘങ്ങളുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. 3 മാസത്തിനകം അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിൻവാങ്ങാമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇത് സംബന്ധിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ US-ന് നേരെ ആക്രമണമുണ്ടായാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാരോട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും എംബസിയുമായി സമ്പർക്കം പുലർത്തണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തെ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അതിനിടെ സംഘർഷം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിൻവാങ്ങാമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നയതന്ത്രജ്ഞരോട് വ്യക്തമാക്കി. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനെ ഇറാൻ സമീപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ആണവ റിയാക്ടറുകൾക്ക് സമീപം താമസിക്കുന്ന ഇറാൻ പൗരന്മാരോട് ഒഴിയാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചതായാണ് വിവരം. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ US-ന് ഒരു പങ്കുമില്ലെന്ന് ആവർത്തിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയാൽ ഇതുവരെ കാണാത്ത തരത്തിൽ US സൈന്യത്തിന്റെ മുഴുവൻ ശക്തിയും കരുത്തും പ്രയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് ട്രംപ് പറഞ്ഞു.
ഇറാനെയും ഇസ്രയേലിനെയും ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ച് രക്തരൂക്ഷിത യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോഴും വളരെ എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് കഴിയുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ 8 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം മറികടന്നാണ് ഇറാന്റെ പ്രത്യാക്രമണം. ഇറാന്റെ എണ്ണപ്പാടങ്ങളിലും മിസൈൽ കേന്ദ്രങ്ങളിലും ആയുധ സംഭരണശാലകളിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി ടെല്ലവീവ് അടക്കമുള്ള ഇസ്രയേൽ നഗരങ്ങളിൽ ഇറാനും മിസൈൽ ആക്രമണം നടത്തി. ഇരു രാജ്യങ്ങളിലുമായി ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ആക്രമണങ്ങളിൽ അനേകം കെട്ടിടങ്ങളും തകർന്നു. ഇറാനിലെ ഇന്ത്യക്കാർക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയും രംഗത്തെത്തി. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും എംബസിയുമായി സമ്പർക്കം പുലർത്തണമെന്നും നിർദ്ദേശം നൽകി. സമൂഹ മാധ്യമങ്ങളിലടക്കം നൽകുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV.